10 വർഷങ്ങൾക്കിപ്പുറത്ത് കുമാരസ്വാമിയുടെ കയ്യിലുണ്ടായിരുന്ന 49,770 ചതുരശ്ര അടി മന്ദിരം കോൺഗ്രസ് തിരിച്ചുപിടിച്ചു. കൈവിട്ടു പോയതൊക്കെയും തിരിച്ചു പിടിക്കുമെന്ന് രാഹുൽ നൽകിയ സൂചന ഇപ്പോൾ നടത്തി കാണിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, കോടതിയും കോൺഗ്രസിന് പച്ചക്കൊടി വീശിയതോടെയാണ് കാര്യങ്ങൾ എളുപ്പമായത്. പാർട്ടിയിലെ പിളർപ്പ് ഉൾപ്പെടെയുള്ള കാരണങ്ങളെ തുടർന്ന് കൈമോശം വന്ന വസ്തുവകകൾ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് പദ്ധതിയിട്ടിരുന്നു. ബംഗളൂരു റേസ് കോഴ്സ് റോഡിലെ 49,770 ചതുരശ്ര അടി മന്ദിരം JDSൽ നിന്നും തിരിച്ചുപിടിക്കാൻ സഹായിച്ചത് 2014 സുപ്രീം കോടതി ഉത്തരവ് ആയുധമാക്കി ഇക്കാര്യത്തിൽ ശക്തമായ നിയമപോരാട്ടത്തിന് പാർട്ടി തീരുമാനിച്ചിരുന്നു. വിധി വന്ന് 10 വർഷത്തിനു ശേഷമാണ് ഫലപ്രദമായ ഇടപെടലുകൾക്ക് ഇപ്പോൾ പാർട്ടി തയ്യാറാകുന്നത്. പാർട്ടിയുടെ പുതിയ ദേശീയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവന്റെ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇത് സംബന്ധിച്ച സൂചനയും നൽകിയിരുന്നു. 1969 കോൺഗ്രസിലുണ്ടായ പിളർപ്പിന് മുൻപ് പാർട്ടിയുടെ ഉടമസ്ഥതയിൽ ഡൽഹിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒട്ടേറെ സ്വത്തുവകകൾ നിയമവ്യവഹാരത്തിന് വിധേയമായിരുന്നു എന്നും കോൺഗ്രസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിളർപ്പിന് മുൻപ് കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും പാർട്ടിയുടേതാണെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലായിരുന്നു 2014 അതിന്റെ അടിസ്ഥാനത്തിൽ സ്വത്തുവകകൾ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു എന്നും AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശും വ്യക്തമാക്കി. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരം എന്ന നിലയിൽ ചരിത്രമായി മാറിയ ജന്തർ മന്ദർ റോഡിലെ 7-ാം നമ്പർ ബംഗ്ലാവും തിരിച്ചുപിടിക്കേണ്ടവയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവഗണനയെ തുടർന്ന് പഴഞ്ചനായി മാറിയ ഈ മന്ദിരത്തിൽ നിലവിൽ JDUവിന്റെ ഓഫീസും ഒരു ധാബ ഉൾപ്പെടെ ചെറിയ സ്വകാര്യ സംരംഭങ്ങളുമാണ് പ്രവർത്തിക്കുന്നത്. 1947 7 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് അലഹബാദ് മന്ദിരത്തിൽ നിന്ന് കോൺഗ്രസ് ഇവിടേക്ക് ഓഫീസ് മാറ്റിയത്. 1969 പാർട്ടി പിളർന്ന ഘട്ടത്തിൽ ഇന്ദിര അനുകൂലികൾ അവകാശവാദം ഉന്നയിച്ചു എങ്കിലും നിജലിംഗപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘടനാ കോൺഗ്രസ് ജന്തർ മന്ദർ ഓഫീസ് നിലനിർത്തുകയായിരുന്നു. അവർ ജനതാ പാർട്ടിയിൽ ലയിച്ചതോടെ ആ ഓഫീസ് ജനതാ പാർട്ടിയുടെ ആസ്ഥാനമായി മാറി. ഈ മന്ദിരത്തിന്റെ ഉടമസ്ഥത സംബന്ധിച്ചും സർക്കാരിന് പോലും അവ്യക്തതയുണ്ട്. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ഏറെ നാളായിട്ടും മറുപടിയും ലഭിച്ചിട്ടില്ല. കോട്ട്ല റോഡിലെ ഇന്ദിരാഭവനിലേക്ക് പാർട്ടി പ്രവർത്തനം ഏറെക്കുറെ മാറ്റിയെങ്കിലും ദീർഘകാലം പാർട്ടി ആസ്ഥാനമായിരുന്ന അക്ബർ റോഡിലെ 24-ാം മന്ദിരം തങ്ങളുടെ കൈവശം തുടരുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുകയാണ്.